ഗുഡ് മോർണിംഗ് എവരി വൺ. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 191.30 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് വരാൻ പോകുന്നത്. യെസ്, മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. അപ്പോൾ 24,176.65 ഇന്നത്തെ ഓപ്പണിംഗ് ലെവൽ. ഇന്നത്തെ ഇതുവരെയുള്ള ഡേ ഹൈ 24,203.20 ആണ്. 24,200 ലെവൽ ടച്ച് ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ ഒരു ലെവലിൽ നിന്നൊരു പ്രൈസ് റിജക്ഷനാണ് കാണുന്നത്. ഇപ്പോൾ 24,200 കോൾ ഓപ്ഷൻ, 23,950 അല്ലെങ്കിൽ 24,150 കോൾ ഓപ്ഷൻ. ഈ രണ്ട് കോൾ ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് ആയിട്ട് ഈ രണ്ട് സ്ട്രൈക്ക് പ്രൈസും സെലക്ട് ചെയ്യാം. പുട്ട് ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് ആയിട്ട് 24,200 പുട്ട് ഓപ്ഷൻ ട്രേഡിംഗ് അറൗണ്ട് 140, 24,250 പുട്ട് ഓപ്ഷൻ ട്രേഡിംഗ് അറൗണ്ട് 165. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സ്ട്രൈക്ക് പ്രൈസസ്. അപ്പോൾ 24,250 24,150 200 ലെവലിലാണ് നിൽക്കുന്നത്. ഈ ഒരു റേഞ്ച് തന്നെയാണ് റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. $24,200 ലെവൽ ബ്രേക്ക് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു മൊമെൻറ്റം 24,200 ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വരാനുള്ള സാധ്യതകളുണ്ട്. വീക്ക്ലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 24,350 ലെവലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇനിയും ഒരു 150 ലെവൽ വരെ ഒരു ബുള്ളിഷ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് പോകാനുള്ള ചാൻസ് ഉണ്ട്, വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം അത് വരുമോ ഈ വീക്ക്. ഇനിയും 3 ദിവസം, ഇന്നത്തെ ഇതുൾപ്പെടെ 3 ദിവസം ബാക്കിയുണ്ട്. അപ്പോൾ ഈ 3 ഡേയ്സിൽ 24,350 ലെവലാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു ലെവൽ. ആ ഒരു ലെവലിലേക്ക് വരുമോ നമുക്ക് നോക്കാം. എന്തായാലും ഡയറക്ഷണൽ കൺഫർമേഷന് ശേഷം നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാം. ആസ് ഓഫ് നൗ 24,200 ആണ് ഒരു റെസിസ്റ്റൻസ് ലെവലായിട്ട് ആക്ട് ചെയ്യുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. $24,200 പുട്ട് ഓപ്ഷൻ $24,250 പുട്ട് ഓപ്ഷൻ. കോൾ ഓപ്ഷൻ ആണെങ്കിൽ 24,150 കോൾ ഓപ്ഷൻ. $24,200 കോൾ ഓപ്ഷൻ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും 24,200 ലെവൽ ബ്രേക്ക് ചെയ്യോ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഡേ ലോ ലെവൽ 24,136.75. അപ്പോൾ 140, 150 ലെവലിലേക്ക് ഒരു റീടെസ്റ്റ് വരാനുള്ള ചാൻസസും ഉണ്ട്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, 24,200 ലെവൽ ബ്രേക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ എൻട്രി വരുന്നത് 24,200 കോൾ ഓപ്ഷൻ 135 എൻട്രി വരുന്നത്.
135 150 ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 135 15 പോയിൻറ്റ്സ് ഒരു പുൾ ബാക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു എൻട്രി കിട്ടും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. 20 പോയിൻറ്റ്സ് സ്റ്റോപ്പ് ലോസിൽ ഒരു എൻട്രി ആക്റ്റീവ് ആവും. നമുക്ക് നോക്കാം. ഡേ ഹൈ ഇതുവരെയുള്ള ഡേ ഹൈ 154.80 ആണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ട്രേഡ് ആക്റ്റീവ് ആയിട്ടുണ്ട്. 135 സ്റ്റോപ്പ് ലോസ് 115 പ്ലേസ് ചെയ്തിട്ടുണ്ട്. 20 പോയിൻറ്റ്സ് സ്റ്റോപ്പ് ലോസ്. കോസ്റ്റിൽ റിവൈസ് ചെയ്തു. ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു എൻട്രി ആണ്. അത് ഇനി കോസ്റ്റിലേക്ക് വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. കൃത്യമായിട്ട് കോസ്റ്റിൽ റിവൈസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഒരു ബൈയിങ് പ്രഷർ വരുന്നുണ്ട്. 140 എത്തി. ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ 143 ആണ് ഫസ്റ്റ് ടാർഗറ്റ്. നമുക്ക് മിനിമം റിസ്കിൽ ഹോൾഡ് ചെയ്യാം. സെക്കൻഡ് ടാർഗറ്റ് 155. നമ്മൾ ബുക്ക് ചെയ്തു. 143 വന്നു. ഓക്കെ, സ്റ്റോപ്പ് ലോസ് റിവൈസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. 143.60 ആണ് ഹൈ വന്നത്. ആ ഒരു ലെവൽ വന്നതും റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. എന്തായാലും ഒരു 832 ആണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തത്. മൂവ്മെൻറ്റ് വളരെ കുറവാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു ഓവറോൾ മൂവ് ചെയ്തത് ആ ഒരു ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡലിന് ശേഷം ഓപ്ഷൻ പ്രീമിയം നോക്കുകയാണെങ്കിൽ ഒരു 20 പോയിൻറ്റ്സ് ആണ് മൊത്തം മൂവ് ചെയ്തിട്ടുള്ളത്. അത് കുറച്ച് കുറവ് മൂവ്മെൻ്റാണ്. കുറച്ച് ചെറിയ മൂവ്മെൻറ്റ് മാത്രമാണ് വന്നിട്ടുള്ളത്. വൺസ് മൊമെൻറ്റം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ മൂവ്മെൻറ്റ് വരുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ടാർഗറ്റ്സ് വരുന്നത് എത്ര പോയിൻറ്റ്സ് ബേസ് ചെയ്തിട്ടല്ല. നമ്മളിപ്പം എക്സാക്റ്റ് ആയിട്ടൊരു പെർഫെക്റ്റ് ഒരു എൻട്രി എടുക്കാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അടുത്ത റെസിസ്റ്റൻസ് ആണ് ഫസ്റ്റ് ടാർഗറ്റ്, അല്ലെങ്കിൽ അത് വരാൻ പോസിബിളായിട്ടുള്ളൊരു ടാർഗറ്റായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ അതൊരു പക്ഷേ 5 പോയിൻറ്റോ 8 പോയിൻറ്റോ ആയിരിക്കാം, ചിലപ്പോൾ 20 പോയിൻ്റ് ആയിരിക്കാം, ചിലപ്പോൾ 30. വലിയ മൂവ്മെൻറ്റ്സ് വരുമ്പോൾ അത് കൂടുതൽ പോയിൻറ്റ്സിലേക്ക് വരും ഓട്ടോമാറ്റിക്കലി. നമുക്കിപ്പോൾ ഈ ഒരു ട്രേഡിൽ 8 പോയിൻറ്റ്സ് ആണ്. ഇപ്പോൾ നമ്മളതിനകത്തൊരു 7 പോയിൻറ്റ്സ് ബുക്ക് ചെയ്തു. 6 പോയിൻറ്റ്സ് 7 പോയിൻറ്റ്സ് ആണ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. എന്തായാലും നെക്സ്റ്റ് ട്രേഡ് നോക്കാം. നല്ലൊരു എൻട്രി ആയിരുന്നു. ഇനി അത് ഡേ ഹൈ ആണ് സെക്കൻഡ് ടാർഗറ്റ്. ഡേ ഹൈ ബ്രേക്ക് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. 24,200 ലെവലാണ് ഒരു റെസിസ്റ്റൻസ് ലെവലായിട്ട് ആക്ട് ചെയ്യുന്നത്. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തൊരു ഹയർ ഹൈ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അതേസമയം ഒരു പുൾ ബാക്ക് കൃത്യമായിട്ട് നമ്മുടെ ലെവലിലേക്ക് ഒരു പുൾ ബാക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഡേ ഹൈ ബ്രേക്ക് ചെയ്യാനുള്ളൊരു ചാൻസസ് ഉണ്ട്. നമുക്ക് അടുത്ത എൻട്രി നമുക്ക് നോക്കാം. എന്തായാലും ഈ ഒരു ട്രേഡിൽ നമുക്ക് 832 പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. നമുക്ക് വെയിറ്റ് ചെയ്യാം. നിഫ്റ്റി 24,279 ആണ് ഇതുവരെ വന്നിട്ടുള്ള ഡേ ഹൈ. ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു അപ്പ് മൂവാണ്. അതിനുശേഷം മറ്റേ എൻട്രീസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മുടെ രാവിലത്തെ ട്രേഡ് മാത്രം തന്നെ ചെയ്തിട്ടുള്ളൂ. നമുക്കൊരു 6.67 പോയിൻറ്റ്സ് ബുക്ക് ചെയ്തത്. അപ്പോൾ ആ ഒരു സ്ട്രൈക്ക് പ്രൈസ് ഇപ്പം 160 ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 832 റുപ്പീസ് പ്രോഫിറ്റിൽ നിന്ന് ക്ലോസ് ചെയ്യണം. അപ്പോൾ ഒരു മൊമെൻറ്റം അങ്ങനെ കാര്യമായിട്ട് വന്നിട്ടില്ല. ചെറിയ പുൾ ബാക്സും അതുപോലെ തന്നെ ഹയർ ഹൈ ചെറിയ മൂവ്മെൻറ്റ്സ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന്
ഇനി അധികം ബ്രേക്കൗട്ട് വരുമോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ഇന്നത്തേക്ക് ഈ ഒരു മൂവ്മെൻറ്റൊക്കെ ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്തേക്കാം, അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷനോട് കൂടി ക്ലോസ് ചെയ്തേക്കാം. എന്തായാലും 350 ലെവലിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഒരു 350 ലെവലിലേക്ക് ഓൾമോസ്റ്റ് ഇനി ഒരു 50-70 പോയിൻറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഇന്ന് വരാം, അല്ലെങ്കിൽ നാളെ ആയിരിക്കും മേ ബി വരുന്നത്. ഇനിയും 2 ദിവസം കൂടി ഉണ്ട് ഈ വീക്കിലി ട്രേഡിങ്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഒരു ട്രേഡോടുകൂടി ക്ലോസ് ചെയ്യാം. അതിനുശേഷം ട്രേഡ്സ് ഒന്നും കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ അത്യാവശ്യം 1-2 ട്രേഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് റിസ്കി ട്രേഡ്സ് ആയതുകൊണ്ട് അവോയ്ഡ് ചെയ്തു. എന്തായാലും നാളെ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.